ഭൂമി എന്ന് പറയുന്നത് ഇവിടെ 38 ഏക്കർ ഭൂമിയുണ്ട്. അതിന് വലിയ കോടികൾ വിലമതിക്കുന്നൊരു ഭൂമിയുമാണ് ഇൻഫോ പാർക്കിന് കൊടുത്തത് സഹായമാകും. പക്ഷേ ഒരു 250 കോടിയോളം രൂപയുടെ ബാധ്യത ഇപ്പോൾ ഈ ട്രക്ക് കേബിൾസിനുള്ളൂ. പക്ഷേ ഈ പണം സർക്കാർ നൽകി സഹായിക്കുക, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം കിട്ടുകയാണെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനാവുന്നല്ല. ഭൂമി കൈമാറ്റം ചെയ്യുക എന്നുള്ളതിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അല്ല, എങ്ങനെ ഇപ്പോൾ പരിഹാരം? സർക്കാരിന്റെ ഭാഗത്ത് റോ മെറ്റീരിയൽസ് എടുക്കാനായിട്ടുള്ള അതെ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ 30 കോടിയോളം കൊടുത്തു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സംരക്ഷിക്കുക എന്നാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട്. KSEB ഒരു പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് അവരിപ്പോൾ ടെൻഡർ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ഗവൺമെൻറ് എന്ന നിലയിൽ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് അവരും ടെൻഡറിലേക്കാണ് പോകുന്നത്. അവർക്കും ഏതാണോ മെച്ചപ്പെട്ട് കിട്ടുന്ന അതിലേക്ക് പോകും. നമുക്ക് കൃത്യസമയത്ത് കൊടുക്കാൻ വരാതെ വരുമ്പോൾ നഷ്ടം വരും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥലമാണ്, അത് വിൽക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ഒരു പാക്കേജ് നമ്മൾ 255 കോടിയാണ് അക്യുമുലേറ്റ് ലോസ്. നമ്മൾ 255 കോടി ഒരു കമ്പനിക്ക് നേരെ ഗവൺമെൻറ് കൊടുക്കാൻ പറ്റും. വായ്പ എടുക്കാൻ പറ്റുന്ന ബുക്കല്ലല്ലോ. പിന്നെ കഴിഞ്ഞ 15 വർഷം നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിലും ഡീറ്റെയിൽസ് മുഴുവനുണ്ട്. സർക്കാർ ഗ്യാരണ്ടി കൊടുത്താലും ബാങ്കുകൾ തരില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണ് അവർ ആദ്യം നോക്കുക. നമ്മൾ 245 കോടി അക്യുമുലേറ്റഡ് ലോസ് ഉള്ളതും NCLT-യിലാണെങ്കിൽ പല കേസുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് നമുക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കില്ല. നമ്മളിപ്പോൾ പൊതുവെ ചെയ്യുന്നത്, ഇപ്പോൾ തന്നെ പൊതുമേഖല സംരക്ഷിക്കാൻ വേണ്ടി 200 കോടി രൂപയിലധികം ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകാനുള്ളത് KSEB ഗവൺമെൻറ്റിന് നൽകേണ്ട ഡ്യൂട്ടി ഉണ്ടല്ലോ, ആ ഡ്യൂട്ടിക്ക് എഗെയിൻസ്റ്റായിട്ട് നമ്മളിപ്പോൾ എഴുതി തള്ളി. 200 കോടി രൂപയിലധികം ബാധ്യത പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSEBക്ക് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാക്കാം, ഇതാണ് ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെയാണ് ഒരു ഘട്ടത്തിൽ ഞാൻ ചുമതലയെടുത്ത ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് 14 കോടി നമ്മൾ കടമെടുത്തു കൊടുത്തു. ഒരു വർഷത്തിനുള്ളിൽ ഓർഡറിൻ്റെ സപ്ലൈ കിട്ടുമ്പോൾ ആ പണം തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ച പോലെ അന്ന് നമ്മൾ 14 കോടി എടുത്തു കൊടുത്തു. പക്ഷെ 1 രൂപ പോലും തിരിച്ചു കൊടുക്കും. അപ്പോൾ ആ സ്ഥാപനം പ്രതിസന്ധിയിലോ. അതുകൊണ്ടാണ് ഇതിലിപ്പോൾ നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിക്കാതിരിക്കുമ്പോഴും അന്നത്തെ യോഗത്തിൽ വന്നൊരാവശ്യമാണ്, ഓണം വരുന്നു, അതുകൊണ്ട് മിനിസ്റ്റർ ഒരു ഉറപ്പ് നൽകണം എന്ന് പറഞ്ഞു. ആ ഉറപ്പ് ഞാൻ കൊടുത്തു. ആ മാസം തന്നെ 1 മാസം ശമ്പളവും കൊടുത്തു. നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൊടുക്കുന്ന എക്സ്ഗ്രേഷ്യയും അവിടെ ബോണസുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലിന് അതും കൊടുത്തു. എന്നുവെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്നില്ല, നഷ്ടത്തിലാണ്, തുടർച്ചയായ നഷ്ടത്തിലാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ മാസവും 1/2 മാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തണമല്ലോ, അതുകൊണ്ട് നമ്മൾ 1/2 മാസത്തെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് സർക്കാരിന് സാധ്യമാകുന്ന രൂപത്തിലൊരു ശാശ്വതമായ പ്രപ്പോസലാണ് മുന്നോട്ട് വച്ചത്. ആ പ്രപ്പോസലിന് എല്ലാ യൂണിയനുകളും പൊതുവെ അംഗീകരിച്ചതാണ്. എന്നാൽ ഈ കോടതി ഇൻഫോ പാർക്കിന് കൈമാറുമ്പോഴും ഇത് ഗവൺമെൻറ് സ്ഥലം, മറ്റൊരു ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റവന്യൂ, ധനവകുപ്പ്, ക്യാബിനറ്റ് എല്ലാം അംഗീകാരം വേണം നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായി ഇതിന് അഗേൻസ്റ്റ് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ സാധാരണ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈ സ്ഥലം ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു പോകുള്ളൂ, പട്ടയത്തിലുള്ളതാണ്. എന്നാൽ നമ്മൾ നേരത്തെ ടെൽക്കിന് ഇതുപോലെ പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ KSIDC ഇൻഗലിനും കൂടി ഒരു ഭാഗം ഇതുപോലെ കൺവേർട്ട് ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കിട്ടിയ ഫണ്ട് വെച്ചിട്ട് അപ്പോൾ അതൊരു മാതൃകയാക്കി എടുത്തിട്ട് ഇതിന് ഗവൺമെൻറ് സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ അതോടുകൂടി മറ്റ് 2 യൂണിറ്റ് ശക്തിപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തെക്കുറിച്ച് എങ്ങനെ ശക്തിപ്പെടുത്താം അത് നോക്കി വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാടിലേക്ക് പോയത്. എന്നാൽ കേസുകൾ വന്നതോടുകൂടി അതേ വേഗതയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ ഭാഗവും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. മറ്റ് PF-ന് ലോൺ എടുക്കാൻ ഇപ്പോൾ എന്തെങ്കിലും വിഭാഗാവശ്യം വരുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു, അടയ്ക്കുന്നതിൽ കുറച്ച് മുടക്കൊക്കെ ഉണ്ടെന്നുള്ള ശരി തന്നെയാണ്. പക്ഷെ അതിനൊന്നും ലോൺ എടുക്കാനൊന്നും അതിന് വേറെ തടസ്സം വരില്ല. ഇപ്പോൾ എന്തെങ്കിലും വിഭാഗം ആവശ്യം വന്നാൽ നിങ്ങൾക്ക് PF-ന് ലോൺ എടുക്കാം. അവർ നിങ്ങളുടെ നേരത്തുള്ള പണം ഗവൺമെൻറ് കമ്പനിയുടെയും കൂടിയാണല്ലോ. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇതെന്തായാലും ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ ഇപ്പോൾ ഇതാണെന്ന് ഞാനിപ്പോൾ ഇത് പറയുന്നില്ല. നമ്മളിപ്പോൾ അവർ തന്നെ പറഞ്ഞല്ലോ, ഇതിനെ വെച്ച് വില പേശിരുന്ന് ഇപ്പോൾ ചില കുടുംബക്കാർ പറഞ്ഞതായിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ, ചിലരോട് പറഞ്ഞു. അവർ ചെന്നപ്പോൾ കുടുംബക്കാർ തന്നെ പറഞ്ഞു ഞങ്ങൾ വെച്ച് വില പേശല്ലേ എന്ന് ചിലർ പറയുകയുണ്ടായി. നമ്മൾ ഈ പ്രതിസന്ധി തന്നെ നിന്നിട്ടിപ്പോൾ 1/2 മാസം ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടാണ്. നമ്മൾ കാണേണ്ടത് ഈ ജനങ്ങളുടെ പണമാണ് നമ്മളെല്ലാം വിനിയോഗിക്കുന്നത്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭകരമായി ശക്തിപ്പെടുത്തുക, ലാഭകരമായി മുന്നോട്ട് പോകുക, ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളത്. അതിലിത് 15 വർഷം തുടർച്ചയായ നഷ്ടം, 1 വർഷം ലാഭം പേപ്പറിൽ കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ലോൺ മുഴുവൻ ഇക്വിറ്റിയാക്കി മാറ്റി.
അപ്പോൾ അതോടെ ബാധ്യതയിൽ കുറവ് വന്നു. അതിനുശേഷം വീണ്ടും നഷ്ടം തന്നെയാണ്. അങ്ങനെ 245 കോടി നഷ്ടം. ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റേ ഒരു KSRTC നടത്തുന്ന പോലെ KSEB നടത്തുന്ന പോലെയല്ല വ്യവസായം. അപ്പോൾ അതിനെങ്ങനെ മെച്ചപ്പെടുത്താം, അതിന് നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയപ്പോഴാണ് ഇത് മെർജ് ചെയ്ത് ഇത് രണ്ടിനെയും ശക്തിപ്പെടുത്താം. അപ്പോൾ തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വരുമാനം കിട്ടും. KSEB മാത്രം ആശ്രയിക്കാതെ പൊതുവിപണിയിൽ, ഇവരുടെ കേബിളിനെല്ലാം നല്ല ഡിമാൻഡുള്ളതാണ്, പൊതുവിപണിയിലേക്ക് കൂടുതൽ പോവുക. ഈ പാക്കേജാണ് ഉള്ളത്. സംസ്ഥാന തലത്തിലുള്ള ട്രേഡ് യൂണിയനുകളെല്ലാം അംഗീകരിച്ചതാണ്. പക്ഷെ അതിനുശേഷമാണ് കോടതിയിൽ ഇപ്പോൾ 10-20 പേര് കോടതിയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് തൊഴിലാളികളുണ്ട്, 2 യൂണിയനുകളും പോയിട്ടുണ്ട്. ഇത് പണം കിട്ടിയതിന് ശേഷം കൈമാറാൻ വിൽക്കാൻ പാടില്ല, ആഗോള ടെൻഡർ. നമുക്ക് വിൽക്കാൻ പറ്റില്ലത്. എന്നുവെച്ചാൽ ആദ്യത്തെ ചർച്ചയുടെ മിനിസ് വന്നപ്പോൾ ഇത് വിൽക്കാൻ തീരുമാനിച്ചെന്ന മട്ടിൽ വന്നു. അപ്പോൾ തന്നെ സംസ്ഥാന തല യൂണിയനുകളുടെ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കി നമ്മൾ ഇത് ആ മിനിസ് എഴുതിയെന്ന നമ്മുടെ ഉദ്യോഗസ്ഥരാണല്ലോ എഴുതുന്നത്. അതിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് വിൽക്കാനുള്ള അധികാരമില്ല, വിൽക്കാനുണ്ടെങ്കിൽ ആഗോള ടെൻഡർ വിളിക്കുക ഗവൺമെൻറ് തന്നെ. എന്നാൽ ഇപ്പോൾ ട്രാവൻകൂർ സിമൻസിൻ്റെ അവരുടെ പണം ഉപയോഗിച്ചിട്ട് കാക്കനാട് വാങ്ങിയ സ്ഥലമുണ്ട്. കുറച്ച് സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണ്. നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് മേഖലയ്ക്കകത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം പ്രതിസന്ധി രൂക്ഷമായി. കോവിഡ് കാലഘട്ടത്തിൽ റോ മെറ്റീരിയൽ കിട്ടാതെ വന്നു. റോ മെറ്റീരിയൽ കിട്ടാതെ വരികയും റോ മെറ്റീരിയലിൻ്റെ വല്ലാതെ വില വർദ്ധിച്ചു. ടൈമിൽ ഡെലിവറി കൊടുത്തില്ല. അത് KSEBക്ക് ആണെങ്കിൽ പോലും സമയത്തിന് ഡെലിവറി കൊടുത്തില്ലെങ്കിൽ പെനാൽറ്റി വരും, ഡിലേ പേയ്മെൻറ്റ് വരും, പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് വരും.